സ്റ്റോറി ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ വന്ദന. ഞാൻ ഇന്നിവിടെ കുറച്ച് പരസ്യങ്ങളെ പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർവെയർ മുതൽ KSRTC ബസ് വരേക്കും ഇപ്പൊ നമുക്ക് പരസ്യം കാണാം. അതായത് അണ്ടർവെയറിൽ ഇലാസ്റ്റിക്കിലാണ് പരസ്യമെങ്കിൽ ബസ്സിൽ ബോഡിയിലാണ് പരസ്യം. ഈ അണ്ടർവെയർ അതായത് പാന്റ് ലോ വേസ്റ്റ് ഇടുമ്പോഴും ബസ് ലോ സ്പീഡിൽ ഓടിക്കുമ്പോഴും നമുക്ക് ഈ പരസ്യം അടിപൊളിയായിട്ട് കാണാനും പറ്റും. പരസ്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട്. ചിലത് ചിന്തിപ്പിക്കും, ചിലത് ചിരിപ്പിക്കും. അങ്ങനെ ചിരിക്കാൻ കൂടെ കോൺഫിഡൻസോടുകൂടി ചിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ പല്ലുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ പേസ്റ്റ് വെച്ച് തേച്ചാൽ നല്ല അടിപൊളി പല്ല് തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടത്തില്ലെന്നാണ് ഈ പരസ്യക്കാർ പറയുന്നത്. അപ്പൊ പണ്ടെന്ന് പറയുന്നത് നമ്മുടെ കറ പിടിച്ച പല്ലുകളെ അടിപൊളിയാക്കി തരൂന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പറയണം കേട്ട് എൻ്റെ ഒരു മാമൻ കല്യാണത്തിന് മുമ്പേ മുറുക്കാന്റെ കറ കളയാൻ വേണ്ടിയിട്ടേ പല്ല് തേച്ച് ദിവസേന 3 നേരം വെച്ച് പല്ല് തേച്ച് അവസാനം ഫസ്റ്റ് നൈറ്റ് കയറിയപ്പ മോണയായിട്ടാണ് കയറിയത്. പിന്നീട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, അതായത് നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് മാത്രം വെളുപ്പിച്ച് തരുമെന്നായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, കുറച്ച് പോഷക ഗുണങ്ങളും കൂടെ ഈ പേസ്റ്റിനകത്തൊക്കെ ഉണ്ടെന്ന് ഇവര് പറയും. ഇത് കേട്ടതും എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയുടെ കൊച്ചിന് പിറ്റേന്ന് പാലി കളിക്ക് അങ്ങ് കൊടുത്ത്. അതിന്റെ പിറ്റേന്ന് കൊച്ചിന്റെ വയറ്റിന്ന് നല്ല രീതിക്ക് അങ്ങോട്ട് പോയി. ഇത് കണ്ടപ്പോ അമ്മ ഹാപ്പി, ചേച്ചി ഹാപ്പി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പേസ്റ്റിന് ഇത്ര പോഷക ഗുണങ്ങൾ. അത് മാത്രമല്ല, ഇപ്പൊ പേസ്റ്റ് നമ്മൾ തേച്ചിട്ട് ചുമ്മാ ഹായ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തുനിന്ന് കുറെ പേര് മടക്കുകയൊക്കെ ചെയ്യും. അത് പരസ്യത്തില്. നമ്മൾ അതേ ടൈമിൽ നമ്മൾ പുറത്ത് ചെന്നിട്ട് ചുമ്മാ ഹായ് വെക്കുമ്പോ ഒരു ഈച്ച പോയിട്ട് ചേച്ചിമാർ പോലും നമ്മുടെ അടുത്തേക്ക് വരത്തില്ല. ഇപ്പൊ ഉപ്പിനേക്കാളും എൻ്റെ വീട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് സോപ്പാണ്. ആഴ്ചയിൽ മിനിമം 2 എണ്ണമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വേണ്ടി വരും. അപ്പൊ ഈ ഓരോ ആഴ്ചയിലെ ഓരോ സോപ്പും ഞങ്ങൾക്ക് അച്ഛനെ റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മയാണ്, അമ്മക്കത് റെക്കമെൻഡ് ചെയ്യുന്നത് അമ്മായിയാണ്. ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോൾ സോപ്പിൽ ഇവര് വെളിച്ചെണ്ണ തൊട്ട് അങ്ങ് വിളക്കെണ്ണ വരെ ഉണ്ടെന്ന് ഇവര് പറയും. ഈ വെളിച്ചെണ്ണയുടെ അളവ് ദിനംപ്രതി കൂടിയാണ് വരുന്നത്. ഇങ്ങനെ പോയാ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത ദീപാവലിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് സോപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള ഒരാളാണ് എൻ്റെ അമ്മാവൻ. എൻ്റെ അമ്മാവൻ കേരളത്തിലെ മിക്ക സോപ്പിനോടും ഭയങ്കര പുച്ഛാണ്. അപ്പൊ ആന്റി എന്ത് ചെയ്ത്, ആന്റി ഗൾഫിൽ നിന്ന് 2-3 സോപ്പൊക്കെ കൊണ്ട് കൊടുത്തു. ഇത് കേട്ടതും ഈ സോപ്പ് കുളിക്കാനുള്ള ഒരു ആക്രാന്തത്തില് പിറ്റേന്ന് പുള്ളിക്കാരൻ തോട്ടുമാട്ടത്തിൽ നിന്ന് ഒരു തോർത്തു കൊടുത്ത് തല തൊട്ട് കാല് വരേക്കും അങ്ങ് പതപ്പിച്ച് നിന്നപ്പോ അക്കരെ ഇത് അറിയാണ്ട് വന്ന പാക്കരൻ ചേട്ടൻ ഇത് കണ്ടിട്ട് നാട്ടിൽ വെള്ളാനി പോക്കാൻ ഇറങ്ങിയേന്ന് പറഞ്ഞു ഒറ്റ വിളിയും പുള്ളി ബോധം കെട്ടി വീഴും. ഇത് കഴിഞ്ഞിട്ട് ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോൾ സോപ്പ് നമുക്ക് അറിയാം, സോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ വിചാരിക്കണം നമ്മുടെ സ്മെല്ല് കളയാ അല്ലെങ്കിൽ നമുക്ക് കുളിക്കാനൊക്കെ ഉപയോഗിക്കണം. പക്ഷെ സോപ്പിന് വേറെ ഒരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടപ്പോഴാണ്. ആ പരസ്യത്തിനകത്ത് സോപ്പ് തേച്ചിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ആ കൊച്ചിന് ഫസ്റ്റ് റാങ്കാണ് കിട്ടിയത്. ഇത് കണ്ടതും ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് കാര്യത്തിലാണ് നമ്മൾ പഠിക്കാൻ പോണത്? ചുമ്മാ കുളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെങ്കിൽ അങ്ങനെ അങ്ങ് കുളിച്ചാൽ പോരായിരുന്നോ? അപ്പൊ ഇത് കേട്ടപ്പോ എനിക്കൊണ്ട റിയാക്ഷൻ അല്ലായിരുന്നു എൻ്റെ അമ്മക്ക്. അമ്മ ഇത് കേട്ടതും അച്ഛനവിടെ നൈസായിട്ട് മോള് ഇപ്പൊ തോക്കാറൊക്കെ ആയി നിൽക്കുകയാണ്, എന്നാൽ നമുക്ക് ഈ സോപ്പ് അങ്ങോട്ട് വാങ്ങിട്ട് വന്നാലോ എന്ന്. ഇത് കേട്ടതും അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഏകദേശം ഒരു സമയത്തായിരുന്നു. ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഏറ്റവും പരസ്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പെയിന്റിന്റെ പരസ്യമാണ് കാണുന്നത്. ഈ പെയിന്റിന്റെ പരസ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ പെയിന്റ് കൊള്ളില്ലേലും അതിന്റെ പാട്ടടിപൊളിയായിരിക്കും. ഈ പാട്ട് വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ പല കുട്ടികളും കുറുക്ക് വരെയും കഴിക്കാറുണ്ട്. അപ്പൊ ഇവര് ഈ പെയിന്റിന്റെ പരസ്യത്തിൽ ഇവര് പറയുന്നതിനാട്ട് വെയിലത്തുനിന്ന് പ്രൊട്ടക്ഷൻ, മഴയത്തുനിന്ന് പ്രൊട്ടക്ഷൻ, പായലെ വിട പൂപ്പലെ വിട. എൻ്റെ വീട്ടിൽ ഈ പായലിനോടും പൂപ്പലിനോടൊക്കെ ഞാൻ വിട പറഞ്ഞ് മടുത്ത്, അത് നിങ്ങൾ എന്നെ വിട്ട് പോണേയില്ല. പിന്നെ വേറെ ഇവര് പറയുന്നത് കറയെ കറയാൻ അനുവദിക്കില്ല. ഇത് കേട്ടതും എൻ്റെ അനിയൻ വീട്ടിലൊരു ആനേനെ വരച്ച് വെച്ചിട്ട് അതിന്റെ വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ അവിടെ ഒരു നെറ്റിപ്പട്ടം വാങ്ങിക്കൊണ്ട് വെക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. ഇതൊക്കെ പോട്ടെ, ഈ അപ്പൊ ഈ പെയിന്റിന്റെ പരസ്യമൊക്കെ കണ്ട് അച്ഛൻ ഞങ്ങളുടെ വീടങ്ങ് പെയിന്റ് അടിച്ച് ഒരു 2-3 മാസം വരേക്കിനും അച്ഛനെ കാണുമ്പോ നാട്ടുകാര്, അച്ഛന്റെ പേര് തങ്കൻ എന്നാണേ, അപ്പൊ അച്ഛനെ കാണുമ്പോ നാട്ടുകാര് തങ്കൻ ചേട്ടന്റെ വീട് കണ്ടാൽ അമ്പിളി മാമൻ ഉദിച്ച പോലെ എന്നൊക്കെ പാടും. അത് കുറച്ചൊരു 6 മാസമായി 1 വർഷമായി കഴിഞ്ഞപ്പോ തങ്കൻ ചേട്ടോ അമ്പിളി അമ്മാൻ പോയിട്ട് ഇപ്പൊ കറുത്തവാണോന്ന്. അപ്പൊ ഇങ്ങനെയാണ് പെയിന്റിന്റെ പരസ്യം. പിന്നെ കുറച്ച് പരസ്യങ്ങൾ നമുക്ക് വിവരം തരുമ്പോൾ വേറെ കുറച്ച് പരസ്യങ്ങൾ വിവരക്കേടാണ് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടത്, ഒരു കൊച്ച് ഇങ്ങനെ PTA മീറ്റിങ്ങിന് പോവാ. അപ്പൊ കൊച്ച് അമ്മേനെ അച്ഛനെ നോക്കിയപ്പോ അമ്മ ആണ്ട് അടിപൊളി ലുക്കായിട്ട് നിക്കണ്, അച്ഛൻ തലയിലൊക്കെ നരച്ച് ഒരുമാതിരി. അപ്പൊ കൊച്ചു അച്ഛനോട് പറയാണ്, അച്ഛൻ ഇങ്ങനെയാണോ എന്റെ കൂടെ വന്നത്? അമ്മ ഓടി അങ്ങ് വന്നിട്ട്
അച്ഛൻ്റെ കയ്യിൽ ഒരു ഹെയർ കളർ എടുത്ത് കൊടുത്തിട്ട് ഞാനും ഇതാ ഉപയോഗിക്കുന്നത്, നിങ്ങളും ഇത് ഉപയോഗിച്ചോളൂ എന്ന്. ഇതൊക്കെ എൻ്റെ വീട്ടിലായിരിക്കണം. ഒരു ദോശക്കല്ലെടുത്ത് എൻ്റെ അമ്മ തലക്കെട്ടടിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമില്ല. കാര്യം എൻ്റെ അച്ഛൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ലേ. ഇങ്ങനെ ഒരു മുടി പോലും, ഈവൻ ഒരു മുടി എങ്ങാനും വളർന്ന അതിന് നോക്കണം, അതിന് എണ്ണ തേച്ച് കൊടുക്കണം, അത് പോകുമെന്നുള്ള ടെൻഷൻ. എൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അനാവശ്യമായിട്ടുള്ള ടെൻഷനൊന്നും തലേ വെച്ചുകൊണ്ട് നടക്കണ്ട. അതുകൊണ്ട് തന്നെ അച്ഛൻ അത് വടിച്ചേ കളയും. പിന്നെ പറയാനുള്ള ഇനി വേറെ കുറച്ച് പരസ്യങ്ങൾ, ഇതിലൊന്നും ബന്ധപ്പെടാത്ത കുറച്ച് പരസ്യങ്ങളാണ്. പല രീതിയിൽ നമ്മൾ പരസ്യം ആകർഷിക്കും. 50% ഓഫ്, ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നൊക്കെ ആയിരിക്കും നമുക്ക് പറയാം. പക്ഷെ ഇപ്പൊ പുതിയൊരു സാധനമുണ്ട്, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഇതൊക്കെ നിങ്ങൾക്ക് 1 രൂപക്ക് കിട്ടണോ? എന്നാ കിട്ടും എന്ന് പരസ്യത്തിൽ കാണും. നമ്മൾ അങ്ങ് കയറി ചെല്ലുമ്പോഴോ 1 രൂപക്ക് കിട്ടും, ബാക്കി പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചേച്ചി വന്ന് അടക്കണം കേട്ടോ എന്ന് പറയും. അതവിടെ കഴിഞ്ഞു. പിന്നീട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റി ഒക്കെ പറയുമ്പോ 15% പണ്ടത്തെക്കാളും കൂട്ടി എന്നൊക്കെ ആയിരിക്കും പറയാ. 15% കൂട്ടിയത് എനിക്ക് തോന്നുന്നത് അവരതിനകത്ത് എയർ കുത്തി നിറക്കണം എന്നാണ്. കാര്യം ഇപ്പൊ പിള്ളേരുടെ ഒക്കെ നമ്മൾ ഒരു സ്നാക്സിന്റെ പാക്കറ്റും അതേസമയം ഒരു ബലൂണും വെച്ചാൽ ഇതിനകത്ത് ഏതാ ബലൂണ് ഏതാ സ്നാക്സിന്റെ പാക്കറ്റ് എന്ന് അറിയാൻ പറ്റില്ല. അമ്മാതിരി എയറാണ് അവർ അതിനകത്തേക്ക് അടിച്ചു കയറ്റിയേക്കണത്. ഇതിൽ നിന്നൊക്കെ വ്യത്യാസം വന്ന കുറച്ച് പരസ്യങ്ങളുണ്ട്. അതായത് പാത്രം കഴുകി നിങ്ങൾക്ക് വ്യക്തിത്വം തെളിയിക്കാൻ പറ്റുമോ? വ്യക്തിത്വം തെളിയിക്കാൻ പറ്റും, പാത്രം കഴുകിയതിന് ശേഷം മാത്രം. പെർഫ്യൂം അടിച്ചിട്ട് കൊടുങ്കാറ്റ് വന്നാൽ പോലും പോകാത്ത പെർഫ്യൂം ഉണ്ട്. പേസ്റ്റിന്റെ പരസ്യത്തിൽ പല്ലില്ലാത്ത അമ്മൂമ്മ അഭിനയിക്കുന്നു. പിന്നെ ഷോർട്ട് ഹെയർ ഉണ്ടായിട്ട് ഹെയർ ഓയിൽ അഭിനയിക്കുന്ന ചേച്ചിമാര്. ഇതൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ. പിന്നെ ചില പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കം തൊട്ട് നോക്കുമ്പോഴും അവസാനം നോക്കുമ്പോഴും ഇത് ഏതാ പ്രൊഡക്റ്റ് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു മാങ്ങയുടെ പരസ്യം നമ്മൾ ചെയ്യുക. മാങ്ങയുടെ പരസ്യം ചെയ്യുമ്പോൾ അതിനകത്ത് പ്ലാവ് കൊണ്ടുവച്ച എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ചില പരസ്യങ്ങളുണ്ട്. അപ്പൊ രണ്ട് പേര് ഇങ്ങനെ നടന്നു പോവാം. നടന്ന് പോയി അവര് അങ്ങ് ചന്ദ്രനിൽ വരെയും ചന്ദ്രനിൽ വരെ ചെന്നിട്ട് അവര് പിന്നെ താഴത്തേക്ക് നോക്കുമ്പോഴോ നമ്മളിവിടെ എത്തിയോ എന്ന് ഞെട്ടിച്ച് നോക്കിയിട്ട് പിന്നെ അവര് പറയുന്നത്, ഞങ്ങളുടെ ഇട്ട കാലിലെ ചെരുപ്പ് കാരണമാണ് ഞങ്ങൾ സ്മൂത്ത് ആയിട്ട് അറിയാണ്ട് അങ്ങ് നടന്നുപോയി ചന്ദ്രനിൽ വരെ എത്തി. ഇപ്പൊ അവരുടെ പുറകെ ISR നടക്കുന്നുണ്ട്. ആ വഴി ഒന്ന് കാണിച്ചു തരുന്നെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പരസ്യങ്ങൾ പലതരം ഉണ്ട്. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മൾ പാപ്പരാവും. താങ്ക് യു. വന്ദന നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല ടോപ്പിക്. പരസ്യങ്ങൾ നമ്മൾ പല പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ ഇല്ലോജിക്കലായിട്ടും അൺറിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നും. ശരിയാണ്. രമേശ് ചേട്ടാ എങ്ങനെയിരുന്നു? വന്ദന നല്ല രസമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാവുന്ന കിട്ടാവുന്ന ഒരു സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നു. അത്യാവശ്യം അതിനകത്ത് സ്ക്രിപ്റ്റ് വൈസ് നർമ്മങ്ങളുണ്ട്. എനിക്ക് വന്ദനയുടെ അവതരണത്തിൽ ഒരു ചെറിയ മീറ്റർ വ്യത്യാസം ഫീൽ ചെയ്തു. അതായത് പരസ്യങ്ങളും ആധുനിക ലോകം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് വന്ദന അവതരിപ്പിക്കുന്ന സെമിനാർ അതിന്റെ ഈണവും താളവും ഉണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ ക്ലാസ്സിൽ നമ്മളോട് ഇങ്ങനെ ഒരു സബ്ജക്ട് തന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു സെമിനാർ എടുക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ നമ്മളത് ചിലപ്പോൾ നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞു, പക്ഷെ ഇത് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇതെല്ലാം നമ്മൾ പറയുന്നത് ഒരു നർമ്മമാണ്. അതിനകത്ത് ഇന്ന പോയിന്റിലാണ് നർമ്മം. അവിടത്തേക്ക് അതിൻ്റെ ഒരു ട്യൂണിങ്ങും കൊണ്ടെത്തിക്കലും എന്ന് പറയുന്നത്. ഇപ്പോൾ സോപ്പിൽ വെളിച്ചെണ്ണ മുതൽ വിളക്കെണ്ണ വരെയുള്ള എല്ലാ എണ്ണകളും ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഈ പോക്കാണെങ്കിൽ അടുത്ത ദീപാവലിക്ക് സോപ്പിലൊരു തിരിയിട്ട് കത്തിച്ച് വയ്ക്കാന്ന് പറയുന്ന രീതിയിൽ അതിനെ ഒരു നർമ്മമാക്കാതെ ചിലപ്പോൾ തിരുവരുണ്ടാവും. അടുത്ത ആഴ്ച പിന്നെ അവൻ സോപ്പ് വിളക്കിന് പകരം കത്തിക്കാതെ ഇങ്ങനെ പോവുക. അങ്ങനെ കുറേ നർമ്മങ്ങളുണ്ടായിരുന്നു. ഇതിൽ അത്യാവശ്യം സ്ക്രിപ്റ്റ് വൈസ് തന്നെ എഴുതിയതാണോ താൻ? ഇവിടെ നല്ല സ്ക്രിപ്റ്റ് ആണോ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്ക്രിപ്റ്റാണ് താൻ എഴുതിയത്. താൻ തന്നെ എഴുതിയ ശേഷം നമ്മൾ എഴുതിയല്ലോ. അപ്പൊ എഴുതുമ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നിയത് കൊണ്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. ഈ തമാശ പലതവണ കേൾക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങളൊക്കെ ചില സ്കിറ്റ് ചില അവാർഡ് നൈറ്റിനോ മറ്റേതിനൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ പറയുമ്പോൾ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ട് ചിരിക്കും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും, എഴുതും, റെക്കോർഡ് ചെയ്യും, റിഹേഴ്സൽ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഇത് 15-16 പ്രാവശ്യം കേട്ടിട്ട് നമുക്ക് ഇതിനകത്തൊരു തമാശ ഇല്ലേ എന്ന് തോന്നിപ്പോവും. കാരണം നമ്മളിത് അവതരിപ്പിക്കുന്നത് എത്രയോ നമ്മൾ ഈ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് 1 മാസം മുമ്പ് ആലോചിച്ചൊരു തമാശയാണ് അന്നേ ദിവസം അവിടെ പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് തമാശ ഇല്ലേന്ന് തോന്നും. എന്ന് പറഞ്ഞതുപോലെ താനിത് ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടും ഒക്കെ ഇതൊന്നും ചെറുതായിട്ട് മെക്കാനിക്കലായി പോയി. തിരിച്ചതിനെ താൻ തമാശയാക്കി അവതരിപ്പിക്കുന്നതിനകത്ത് ഒരു ഇച്ചിരി പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി ഗംഭീരമായി കേട്ടോ.
ആദ്യം നമ്മൾ വന്ദനയെ കണ്ടുപിടിച്ചത് ആക്ച്വലി ഫൺസപ്പന ടൈമിലേക്ക് ഓഡിഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ക്യാമ്പസുകളിൽ ചെന്നിട്ട് അവിടെ ഓഡിഷൻ ചെയ്ത് കുട്ടികളെയൊക്കെ ഇതിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വന്ന ഒരാളാണ് ആണോ? അതൊരു ക്യാമ്പസിലൊക്കെ അവതരിപ്പിക്കാൻ വന്ദന സൂപ്പറാണ് കേട്ടോ. അതൊക്കെ ഓക്കെ. ഇവിടെ വന്നു കഴിയുമ്പോ ഇതിങ്ങനെ 3 വർഷമായിട്ട് നിൽക്കുന്ന പരിപാടിയും ഇത്ര ആൾക്കാരുള്ളത് കൊണ്ടും പിന്നെ പലതും ഒരു ജഡ്ജ് എന്നുള്ള നിലയിലല്ല. അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കുറച്ചുകൂടി ഉപകാരപ്പെടും പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. ഞാനും ചോദിക്കാൻ വരായിരുന്നു, ഫസ്റ്റ് ടൈം ആണോ കോളേജിൽ ആ ഒരു ഓഡിഷൻ അല്ലാതെ പുറത്ത് ചെയ്യുന്നത്? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഇതിപ്പോ സെക്കൻഡ് പെർഫോമൻസ് ആണ്. എനിക്കല്ല, ചെറിയൊരു ടെൻഷൻ തോന്നിയായിരുന്നു കണ്ടപ്പോൾ. അതായിരിക്കും ആ നർമ്മം പോയി എന്ന് ചേട്ടനും പറയാൻ കാരണം. അപ്പൊ ആ ടെൻഷൻ ഇല്ലാതെ പറയുമ്പോഴാണ് നർമ്മത്തിന് എപ്പോഴും ഒരു, അല്ലാതെ നമുക്ക് സെമിനാറൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ നർമ്മം ഒട്ടും കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതായിട്ട് എനിക്കും തോന്നിയേ. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം അതിനനുസരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതിയോ? ഏത് കോളേജിലാണ്? SNGC കോളേജ്, കോലഞ്ചേരി. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അല്ലേ? അതായത് സ്റ്റാൻഡപ്പിൽ പറഞ്ഞ ഒരു കണ്ടന്റ് ആണ്. എനിക്ക് ആക്ച്വലി പിടി കിട്ടിയില്ല. ചോദിക്കട്ടെ, ഈ മാങ്ങയുടെ പരസ്യത്തില് ചക്കയെ കാണിക്കും അങ്ങനത്തെ പരസ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഉദാഹരണം പറഞ്ഞ മാങ്ങയുടെ പരസ്യത്തിൽ ഇപ്പൊ പ്ലാവ് കാണിച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? അതുപോലെ പരസ്യങ്ങൾ ഉണ്ട് എന്ന്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അതുപോലെ പരസ്യങ്ങള് അനവസരത്തിൽ കാണിക്കുന്ന പരസ്യങ്ങളുണ്ട്. നമ്മൾ ആവശ്യപ്പെടാത്ത സമയത്ത് ചില പരസ്യങ്ങൾ വരും. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ക്ലോസറ്റ് സാധാരണ അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് പണ്ട് ഈ പോറ്റി ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ റേഡിയോ ഉണ്ടാവും. റേഡിയോയിൽ പരസ്യമല്ല, ഈ ആരോഗ്യരംഗം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. 12 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാറൊക്കെ വിളമ്പണ സമയത്ത് അറിയാം ആരോഗ്യരംഗം ഇപ്പോൾ വയറിളക്കവും അതിന്റെ കാരണങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ പറയും, മുരളിയേട്ടാ ആ ചാനലൊന്ന് മാറ്റി വയ്ക്കുക, സ്റ്റേഷൻ ഒന്ന് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് സ്റ്റേഷൻ മാറ്റി വയ്ക്കുമ്പോൾ അപ്പുറത്ത് നാടവിര അതുപോലത്തെ ടോപ്പിക് ആയിരിക്കും. അതുപോലെയാണ് വരുന്നത് പരസ്യങ്ങൾ. അങ്ങനെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരു പടം റിലീസ് ചെയ്യുന്ന സമയത്ത് വിതരണക്കാർ പറഞ്ഞു, ഈ രണ്ടാമത്തെ ഷോയ്ക്ക് കുറച്ച് ആളെ കയറ്റണം. നിങ്ങൾക്ക് തിയേറ്ററിൽ ആളെ കയറ്റലും ഉണ്ടല്ലേ? അല്ല, ഈ ഷോ ഒന്ന് വിജയിക്കാൻ വേണ്ടിയിട്ട് കൈയടിക്കാനും ഒന്ന് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു 300 ടിക്കറ്റ് എൻ്റെ ഈ തന്നിട്ട് പറഞ്ഞു 300 കുറച്ച് ആൾക്കാരെ കയറ്റണം എന്ന് പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തു. എൻ്റെ ജോലിയാണല്ലോ. ഞാൻ അങ്ങനെ പലയിടത്തും പോയി ടിക്കറ്റ് കൊടുത്തു. അവരുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കൃത്യസമയത്ത് അവിടെ എത്തണം, സിനിമ കാണണമെന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വണ്ടി വരെ അറേഞ്ച് ചെയ്ത് കൊടുത്തു ഞാൻ. എന്നിട്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നേ. സിനിമയ്ക്ക് രണ്ടാമത്തെ ഷോയ്ക്ക് ഇടിച്ചു കുത്തി ആൾക്കാർ വന്നിട്ട് അവിടെ തിയേറ്ററിൽ ജനസമുദ്രം. പക്ഷെ എന്താ 300 ടിക്കറ്റ് എൻ്റെ കയ്യിലല്ലേ തന്നിരിക്കുന്നേ. ഒറ്റ ആൾക്കാർ വന്നില്ല. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി. അവസാനം പുറത്ത് ജനം പുരുഷാരം, അകത്ത് കാലിക്ക് സിനിമയോടി. ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.